തച്ചോളിക്കളി എന്ന കലാരൂപം അരങ്ങേറുന്ന ക്ഷേത്രമേത്? ഉത്തരം ലോകനാർക്കാവ്. തച്ചോളിക്കളി എന്ന കലാരൂപം അരങ്ങേറുന്ന ക്ഷേത്രമേത്? ഉത്തരം ലോകനാർക്കാവ്. ആധുനിക ചാക്യാർ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം കൊല്ലം വി സാംബശിവൻ. ആധുനിക ചാക്യാർ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം കൊല്ലം വി സാംബശിവൻ. ചാക്യാർ കൂത്ത് പരാമർശിക്കപ്പെടുന്ന തമിഴ് കാവ്യമേത്? ഉത്തരം ചിലപ്പതികാരം. ചാക്യാർ കൂത്ത് പരാമർശിക്കപ്പെടുന്ന തമിഴ് കാവ്യമേത്? ഉത്തരം ചിലപ്പതികാരം. രണ്ടു തരം ഗദ്ദികകൾ ഏവ? ഉത്തരം നാടുഗദ്ദിക, പൂജാഗദ്ദിക. രണ്ടു തരം ഗദ്ദികകൾ ഏവ? ഉത്തരം നാടുഗദ്ദിക, പൂജാഗദ്ദിക എന്നിവ. ഗദ്ദികയിലെ ഭാഷ ഏത്? ഉത്തരം മലയാളവും കന്നഡയും ചേർന്ന ഗോത്രഭാഷ. ഗദ്ദികയിലെ ഭാഷ ഏത്? ഉത്തരം മലയാളവും കന്നഡയും ചേർന്ന ഗോത്രഭാഷ. ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം IM വിജയൻ. ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം IM വിജയൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി ആര്? ഉത്തരം TM വർഗീസ് എന്ന തിരുവല്ല പാപ്പൻ. ഇത് 1948 ഇനം ഫുട്ബോൾ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാം മലയാളി ആര്? ഉത്തരം TM വർഗീസ് എന്ന തിരുവല്ല പാപ്പൻ. ഇത് 1948 ഇനം ഫുട്ബോൾ. ഹോപ്പ്മാൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ടെന്നീസ്. ഹോപ്പ്മാൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ടെന്നീസ്. കബഡി ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 7. കബഡി ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 7. എയർ ബോൾ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ബാസ്കറ്റ് ബോൾ. എയർ ബോൾ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ബാസ്കറ്റ് ബോൾ. എത്ര വർഷത്തിൽ ഒരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്? ഉത്തരം 4 വർഷത്തിലൊരിക്കൽ. എത്ര വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്? ഉത്തരം 4 വർഷത്തിലൊരിക്കൽ. സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കിട്ടിയ വർഷമേത്? ഉത്തരം 1900. സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കിട്ടിയ വർഷമേത്? ഉത്തരം 1900. രാമചരിതത്തെ കളഞ്ഞു കിട്ടിയ നിധി രാമചരിതത്തെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. രാമചരിതത്തെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ മലയാള ശിലാരേഖ ഏത്? ഉത്തരം വാഴപ്പള്ളി ശാസനം. ഇത് ലഭിച്ചത് കോട്ടയം ജില്ലയിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ മലയാള ശിലാരേഖ ഏത്? ഉത്തരം വാഴപ്പള്ളി ശാസനം. ഇത് കോട്ടയം ജില്ലയിൽ നിന്നാണ് ലഭിച്ചത്.